ഇതാണ് മഞ്ചിസ്ത കോലുകൾ എന്നറിയപ്പെടുന്ന വസ്തു. അതായത് ഇത് മഞ്ചിസ്ത ചെടിയുടെ വേരും അതുപോലെ തന്നെ അതിൻ്റെ കൊമ്പുകളുമാണ്. പ്രധാനമായും ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഈ ചെടിയുടെ ഭാഗങ്ങളാണ്. ഇത് രക്തശുദ്ധീകരണത്തിനും അതുപോലെ തന്നെ ചർമ്മരോഗത്തിനും ഫലപ്രദമായിട്ട് പരമ്പരാഗതമായിട്ട് തന്നെ പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന ആയുർവേദ മെഡിസിനാണ്. അതുകൊണ്ട് തന്നെ ഇത് മറ്റു രോഗങ്ങളിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കാനല്ല ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. മറിച്ച് ഇതെങ്ങനെ സോപ്പ് ഉണ്ടാക്കി നമ്മുടെ ചർമ്മരോഗത്തെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാനമായിട്ടും ഇത് ഹിമാലയൻ പ്രദേശങ്ങളിലാണ് ഈ ചെടി ധാരാളമായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ തെക്കേ ഇന്ത്യയിൽ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ തന്നെ ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇതുണ്ടാവുക. തണുപ്പ് പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഉയർന്ന മലം പ്രദേശങ്ങളിലുമാണ് ഇത് നമുക്ക് കാണാൻ കഴിയുക. ചർമ്മരോഗങ്ങളായിട്ടുള്ള പിമ്പിൾസ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന മറ്റേ കണ്ണിന് താഴെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ, ഈവൻ സോറിയാസിസിന് വരെ ഇത് ഉപയോഗിക്കുന്നു. ചർമ്മ രോഗങ്ങൾ, കരപ്പൻ, അതുപോലെ തന്നെ ചുളിവുകൾ, രക്തയോട്ടം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ തന്നെ മഞ്ചിസ്ത കഷായമായിട്ടും പൊടിയായിട്ടും ഒക്കെ തന്നെ ആയുർവേദത്തിൽ ഉപയോഗിച്ച് വരുന്നതായിട്ട് പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ താപോഷ്ണം അല്ലെങ്കിൽ നമ്മൾ നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ നിയന്ത്രിക്കുന്നതിനും ഒക്കെ തന്നെ ഈ മഞ്ചിസ്ത വളരെ ഉപയോഗപ്രദമാണ്. അതുകൊണ്ട് തന്നെ ഇത് സോപ്പ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ ഗുണങ്ങളൊക്കെ ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് മഞ്ചിസ്തയുടെ സോപ്പ് നമ്മൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളതും. അത് എളുപ്പ വഴിക്ക് ഇപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് രണ്ട് രീതിയിലുണ്ടാക്കാം. ഒന്ന്, ഏറ്റവും എളുപ്പ വഴിയിൽ സോപ്പ് ബേസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ, ഞാൻ ഉണ്ടാക്കിയ സോപ്പ് ബേസ് തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഫലപ്രദമായിട്ട് ഓർഗാനിക്കായിട്ടുള്ള സോപ്പ് ബേസ് തന്നെയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് കോൾഡ് പ്രോസസ്സായിട്ടാണ്. ഇവിടെ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് കോൾഡ് പ്രോസസ്സായിട്ടല്ല. നമുക്ക് സോപ്പ് ബേസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മഞ്ചിസ്തയുടെ പൊടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ സോപ്പ് ഉണ്ടാക്കാം എന്ന് നമുക്ക് പരിചയപ്പെടുത്താം. ഞാൻ നേരത്തെ പറഞ്ഞ കോല് പൊടിച്ചെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള പൊടിയാണിത്. ഞാൻ വളരെ നൈസാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ മിക്സിയിലാണ് ആ കോല് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഞാനിതിൻ്റെ പൊടിയാണ് സോപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഇതിനെ ഒരു കഷായമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിനെ തിളപ്പിച്ച് അതിൻ്റെ ഇൻഫ്യൂസ് ചെയ്ത് അതിൻ്റെ എല്ലാ സത്തുകളും ഊറ്റിയെടുത്ത് അതിൻ്റെ കഷായം കോൾഡ് പ്രോസസ്സിൽ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സോപ്പ് ഉണ്ടാക്കാം. എന്നാൽ സോപ്പ് ബേസിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കഷായമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഷെൽഫ് ലൈഫ് കുറയാനായിട്ട് വരും. പൊടിയായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഷെൽഫ് ലൈഫ് നമുക്ക് നല്ല രീതിയിൽ ലഭിക്കുകയും ചെയ്യും. ഇത് ലഭ്യമാകുന്നത് നമ്മുടെ പ്രദേശത്തെ തന്നെ നമ്മുടെ എല്ലാ ടൗണിലും ഉണ്ടാകുന്ന പച്ചമരുന്ന് കടകളിൽ നമുക്ക് മഞ്ചിസ്ത പൗഡർ ചോദിച്ചാലും നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ മഞ്ചിസ്ത കോലുകൾ ചോദിച്ചാലും നമുക്ക് ലഭിക്കും. നമുക്ക് സമയം കളയാതെ നമുക്ക് സോപ്പ് നിർമ്മാണത്തിലേക്ക് കടക്കാം. ഞാൻ സ്വന്തമായിട്ട് നിർമ്മിച്ച സോപ്പ് ബേസാണിത്. ഈ സോപ്പ് ബേസിൽ തന്നെയാണ് ഞാൻ മഞ്ചിസ്ത സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് തികച്ചും ഓർഗാനിക് ആയിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ഓർഗാനിക് എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ ഈ സോപ്പ് ബേസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കാസ്റ്റിക് സോഡയും അതുപോലെ തന്നെ ആൽക്കഹോൾ ഇതൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഓർഗാനിക്കായി മാറുന്നത് ഇത് ഉണ്ടാക്കി 45 ദിവസം കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ കെമിക്കൽ റിയാക്ഷൻസും അവസാനിച്ച് ഇത് റോ മെറ്റീരിയലായി മാറുകയാണ്. അതായത് ഒരു ഓർഗാനിക് മെറ്റീരിയലായിട്ട് മാറുക. തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പ് പ്യുവർ ഓർഗാനിക് സോപ്പ് തന്നെയാണ്, ഹെർബൽ സോപ്പ് തന്നെയാണ്. അതുകൊണ്ട് ആയുർവേദത്തിൽ ലഭിക്കുന്ന ഒരു മരുന്ന് കൂടിയാണ് നമ്മളുണ്ടാക്കുന്ന ഈ മഞ്ചിസ്ത സോപ്പ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി പോകണം. സോപ്പ് ബേസ് കൂടാതെ ഞാനിതിൽ ഉപയോഗിക്കുന്നത് വൈറ്റമിൻ ഇ ഓയിലാണ്. അതൊരു 15 ഡ്രോപ്സ് ഞാനിതിൽ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് സ്മെല്ലിന് വേണ്ടി
ഫ്രാഗ്രൻസും ഉപയോഗിക്കുന്നത് മസ്കിൻ്റെ ഫ്രാഗ്രൻസ് ഉപയോഗിക്കുകയാണ്. കളർ വേണ്ട, കാരണം മഞ്ചിസ്റ്റയുടെ നാച്ചുറൽ കളറ് തന്നെ മതിയാകും ഈ സോപ്പിന്. അതുകൊണ്ട് മഞ്ചിസ്റ്റ സോപ്പ് എന്ന് പറയുമ്പോൾ മഞ്ചിസ്റ്റയുടെ കളറ് തന്നെ മതി. അതിനായി 10 ഗ്രാം മഞ്ചിസ്റ്റ പൊടി എടുക്കുന്നത്, ഏകദേശം 2 സ്പൂൺ മഞ്ചിസ്റ്റ പൊടിയാണ് നമുക്ക് എടുക്കേണ്ടത്. അതിലേക്ക് വെളിച്ചെണ്ണയോ ഒലീവ് ഓയിലോ ഒഴിക്കുക, എന്നിട്ട് അത് മിക്സ് ചെയ്യുക. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒലിവ് ഓയിൽ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നു. വെളിച്ചെണ്ണ ഒലിവ് ഓയിൽ ഓപ്ഷണലാണ് കേട്ടോ. ശരി, ഡയലൂട്ട് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ബേസ് ചെറു കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കണം. ചെറു കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെൽറ്റ് ചെയ്യുമ്പോൾ എളുപ്പം മെൽറ്റാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറു കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം എന്ന് നമ്മൾ പറയുന്നത്. ഇങ്ങനെ ചെറു കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത ഈ കഷ്ണങ്ങൾ നമ്മൾ മെൽറ്റ് ആൻഡ് പോർ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ ഇതിട്ട് മെൽറ്റ് ചെയ്യണം. മെൽറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ച് ചൂടാക്കി എടുക്കണം. അങ്ങനെ ചൂടായി കഴിയുമ്പോൾ, ഒരുവിധം ചൂടായി കഴിയുമ്പോൾ നമ്മൾ മറ്റൊരു സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ മുറിച്ച് വെച്ച ഈ സോപ്പ് ബേസ് ഉരുക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഈ മെൽറ്റ് ആൻഡ് പോർ സിസ്റ്റത്തിലൂടെ സോപ്പ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഇളക്കി അത് ഏകദേശം ഉരുകി കഴിയുമ്പോൾ നമ്മളതിലേക്ക് മറ്റുള്ള അഡിറ്റീവ്സ് അല്ലെങ്കിൽ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ ചേർത്ത് നമ്മൾ സോപ്പ് ഉണ്ടാക്കുകയാണ് ഈ മെൽറ്റ് ആൻഡ് പോർ സിസ്റ്റത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് മഞ്ചിസ്റ്റ ഇടണം, ഇതിലേക്ക് ഡയലൂട്ട് ചെയ്യണം. അപ്പോൾ മഞ്ചിസ്റ്റ ഇട്ടപ്പോൾ നമുക്കിനിയിപ്പോൾ വേറെ കളറ് ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ആ കളറ് കറക്റ്റായിട്ട് ആ കളറിൽ തന്നെ നമുക്ക് ലഭിക്കുകയാണ്. അത് ഇളക്കി ചേർക്കുക. നമുക്ക് ഫ്രാഗ്രൻസ് ഒഴിക്കാം. ഇത് മണത്തിന് വേണ്ടിയിട്ടാണ്. ഇത് മണം നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് സാധനമല്ല, പക്ഷെ സോപ്പിനെ സംബന്ധിച്ചിടത്തോളം മണം വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഇറക്കി വെച്ച ഇതിലേക്ക് നമുക്ക് 20 തുള്ളി വൈറ്റമിൻ ഇ ഓയിൽ നമുക്കൊഴിക്കാം. എല്ലാം ഇളക്കി ചേർത്ത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ചൂട് ഏകദേശം നമുക്ക് ചൂടാറിയിട്ടുണ്ട്. ശേഷം അൺമോൾഡ് ചെയ്താൽ 2-3 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് അൺമോൾഡ് ചെയ്യാം. ഇത് അൺമോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്ന് തന്നെ ഉപയോഗിക്കാം. കാരണം എന്താ, നമ്മൾ ഓർഗാനിക് സോപ്പ് ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം സോപ്പ് ബേസ് ഉണ്ടാക്കി 45 ദിവസം കഴിഞ്ഞിട്ടാണ് നാം ഈ സോപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ സോപ്പ് ബേസ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ പൂർണ്ണമായും കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സോപ്പ് ബേസ് വെച്ചിട്ടാണ് നാം ഈ സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഈ സോപ്പ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ എന്തെങ്കിലും അറിയുന്നതിന് വേണ്ടി ഞാൻ ഈ കൊടുത്തിട്ടുള്ള നമ്പറിൽ എന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ മറുപടിയും ഏത് നിമിഷവും ഞാൻ നിങ്ങളെ സഹായിക്കും. സോപ്പ് ഉണ്ടാക്കുന്നതിനും വാങ്ങുന്നതിനും നിങ്ങളെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ സഹായിക്കാം. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ സുഖമായിട്ട് ഉപയോഗിക്കാം. കൊച്ചു കുട്ടികളെ വരെ. നമസ്കാരം, താങ്ക് യു.